ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശരിക്കും നടന്ന സംഭവങ്ങളാണ്. ഇവിടെ നടന്ന സംഭവം നമ്മുടെ ലോകം മുഴുവനും കാട്ടുതീ പോലെ സ്പ്രെഡ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത് ആരും അറിയാണ്ട് പോയതിൽ എനിക്ക് യാതൊരു അത്ഭുതമില്ല. നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. സംഭവങ്ങളുടെയൊക്കെ തുടക്കം 1992 ചൈനയിൽ വെച്ചിട്ടാണ്. ചൈനയിലത്തെ ന്യൂക്ലിയർ വെപ്പൺസ് എല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റിംഗ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള വെപ്പൺസ് ഒക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ന്യൂക്ലിയർ വെപ്പൺസിന്റെ ടെസ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നുള്ളൂ, അത് ചെറുതാണെങ്കിൽ പോലും അത് വളരെയധികം കാറ്റസ്ട്രോഫിക് ആയിരിക്കും. ഇതുമൂലം ഉണ്ടാകുന്ന ഡാമേജസ് നമുക്ക് അസസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള വെപ്പൺസ് ഒക്കെ ഡെറ്റണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം എക്സ്ട്രീം ആയിട്ടുള്ള സൈസ്മിക് ആക്ടിവിറ്റി ഉണ്ടാകും. അതായത് ഇത് എവിടെ വെച്ചാണ് പൊട്ടിക്കുന്നത് ആ ഒരു ഏരിയ ഒരു ഭൂമി കുലുക്കത്തിന്റെ എപ്പിസെന്റർ പോലെ ആക്ട് ചെയ്യുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ടെസ്റ്റിങ്ങുകളെല്ലാം പൊതുവെ ഒരു റിമോട്ട് ആയിട്ടുള്ള ഏരിയ, അതായത് അധികം ആൾതാമസമൊന്നും ഇല്ലാത്തൊരു ഐലൻഡ് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ആയിരിക്കും മിക്കവാറും ചെയ്യുക. അങ്ങനെ ഒരു അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതും ഈ ന്യൂക്ലിയർ വെപ്പൺ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടിട്ടായിരുന്നു ശരിക്കും ഡിറ്റനേറ്റ് ചെയ്തത്. അപ്പൊ ഈ ഒരു ഡിറ്റനേഷന് ശേഷം വളരെയധികം എക്സ്ട്രീം ആയിട്ടുള്ള സീസ്മിക് ആക്ടിവിറ്റി ഏകദേശം നമ്മുടെ ഭൂമി അക്രോസ് സ്പ്രെഡ് ചെയ്യുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായി. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ആർക്ക്? സൈസ്മോളജിസ്റ്റുകൾ. സൈസ്മിക് വേവ്സ്, അതായത് നമ്മുടെ ഭൂമി ഇങ്ങനെ പയ്യെ വൈബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു വൈബ്രേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഭൂമിക്ക് അടിയിലുള്ള സ്ട്രക്ചേഴ്സും അതിന്റെ അടിയിലുള്ള സംഭവങ്ങളൊക്കെ സീക്രട്സ് ഒക്കെ പുറത്തു കൊണ്ടുവരാനാണ് ശരിക്കും സൈസ്മോളജിസ്റ്റ് ഒക്കെ ഇരിക്കുന്നത്. നാച്ചുറലി ഉണ്ടാവുന്ന എർത്ത് ക്വിക്സ്, അതായത് ഭൂമിയുടെ സർഫേസിലുള്ള ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ് കാരണം ഉണ്ടാവുന്ന ഒരു എർത്ത് ക്വിക്ക് ശരിക്കും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈസ്മോളജിസ്റ്റിന് എർത്ത് ക്വിക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റഡി നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇവർ ചെറിയ രീതിയിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സൈസ്മിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെ? ചെറിയ എക്സ്പ്ലോഷൻസ് ഒക്കെ മണ്ണിനടിയിൽ കുഴിച്ചിട്ട് അതിനെ ഡെറ്റനേറ്റ് ചെയ്യുമ്പോൾ അത് മൂലം ഉണ്ടാകുന്ന വൈബ്രേഷൻസ് ഉപയോഗിച്ച് അവർക്കൊരു ഏരിയയുടെ അണ്ടർഗ്രൗണ്ട് മാപ്പ് അവർക്ക് ശരിക്കും എടുക്കാൻ പറ്റും. ഇവിടെ ചെറിയ കൺട്രോൾഡ് ആയിട്ടുള്ള എക്സ്പ്ലോഷൻസ് ആയതുകൊണ്ട് തന്നെ അവിടെ ചെറിയ രീതിയിലുള്ള സൈസ്മിക് വേവ്സ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ലാർജ് സ്കെയിലുള്ള അണ്ടർഗ്രൗണ്ട് മാപ്പിംഗ് ഒക്കെ ഇതുവഴി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതിന്റെ റെസല്യൂഷൻ വളരെയധികം കുറവായിരിക്കും. പക്ഷെ ചൈനയിൽ വെച്ച് നടത്തിയ ഒരു ന്യൂക്ലിയർ ടെസ്റ്റിംഗ്, അതിന്റെ പവർ എന്ന് പറയുന്നത് വളരെയധികം എക്സ്ട്രീം ആയിരുന്നു. ഇതിന്റെ റിസൾട്ട് ആയിട്ട് സൈസ്മിക് വേവ്സ് നമ്മുടെ ഭൂമി അക്രോസ് ട്രാവൽ ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു സമയത്താണ് അലാസ്കയിൽ ഉണ്ടായിരുന്ന സൈസ്മോളജിസ്റ്റുകൾ അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഡിറ്റക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന ന്യൂക്ലിയർ എക്സ്പ്ലോഷന്റെ ആ ഒരു സൈസ്മിക് വേവ്സ് ശരിക്കും ഡിറ്റക്ട് ചെയ്തത്. ഡിറ്റക്ടർ എന്ന് പറയുന്നത് സൈസ്മോളജിസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. അതായത് സൈസ്മിക് വേവ്സ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ശരിക്കും ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽസ് ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഞാൻ നേരത്തെ റെസല്യൂഷൻ എന്ന് പറഞ്ഞായിരുന്നു. അതായത് സൈസ്മോളജിസ്റ്റ് ഒരു കൺട്രോൾ എക്സ്പ്ലോഷൻ നടത്തുമ്പോൾ ആ ഒരു എക്സ്പ്ലോഷന്റെ ഇന്റൻസിറ്റി അനുസരിച്ചാണ് ശരിക്കും നമുക്ക് കിട്ടുന്ന ഡേറ്റയുടെ ക്ലാരിറ്റി കൂടുതൽ കിട്ടുക. അതായത് ഇപ്പൊ വലിയ എക്സ്പ്ലോഷൻ ആണ് നടക്കുന്നതെങ്കിൽ ഈ സൈസ്മിക് വേവ്സ് ഭൂമിയോട് കൂടുതൽ പെനിട്രേറ്റ് ചെയ്യുകയും നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്യും. അങ്ങനെ ചൈനയിൽ വെച്ച് നടന്ന ഇവന്റിന്റെ സൈസ്മിക് ആക്ടിവിറ്റി വളരെയധികം എക്സ്ട്രീം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല അധികം ഹൈ റെസല്യൂഷനിൽ ഇവിടുത്തെ അണ്ടർഗ്രൗണ്ട് മാപ്പിംഗ് ഒക്കെ കിട്ടി. അതായത് അലാസ്കയുടെ സർഫസിന്റെ ഏകദേശം 100 അടിയോരം താഴെയുള്ള ഒരു ക്ലിയർ മാപ്പ് അവർക്ക് അന്ന് കിട്ടി. ഇവർ സൈസ്മോളജിസ്റ്റുകൾ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും അണ്ടർഗ്രൗണ്ട് കേവ്സ് അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഇവർ ശരിക്കും എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇവർ കണ്ടത് വളരെയധികം അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള, ഒരു പക്ഷെ നമ്മുടെ ലോകത്തെ മുഴുവൻ കുലുക്കാൻ കഴിയുന്ന ഒരു സംഭവമായിരുന്നു. 1989 ഡോഗ് മക്സ്ലർ എന്ന പേരുള്ള ഒരു വ്യക്തിയെ അലാസ്കയിൽ കണ്ടുവരുന്ന ഫോർട്ട് റിച്ചാർഡ്സൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൗണ്ടർ ഇന്റലിജന്റ് ഓഫീസർ ആയിട്ട് നിയമിച്ചു. ഇദ്ദേഹത്തിന് അലാസ്കോട്ട് നല്ല ഫെമിലിയർ അല്ലാത്തൊരു സ്ഥലമായതുകൊണ്ടും ഇദ്ദേഹത്തിന് വളരെയധികം ക്യൂരിയോസിറ്റി നിറഞ്ഞ ഒരു മനുഷ്യനായതുകൊണ്ടും ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന മാപ്പുകളൊക്കെ ഉപയോഗിച്ച് ആ ഒരു ഏരിയ മുഴുവനും ഇങ്ങനെ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മാപ്പ് നോക്കി നോക്കി ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രം ഏരിയ നോട്ട് സർവേഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു ചെറിയ സെക്ഷൻ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും നല്ല ഹൈ റെസല്യൂഷനിൽ മാപ്പും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന മാപ്പിനുള്ള മിസ്റ്റേക്ക് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള മറ്റുള്ള മാപ്പുകൾ എടുത്ത് നോക്കിയപ്പോഴും ഈ സെയിം കഥ തന്നെ. അതായത് ഈ ഒരു ഏരിയ ഒഴിച്ച് ബാക്കി എല്ലാം മാപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം ചൈനയിൽ നടന്ന ഒരു ന്യൂക്ലിയർ ടെസ്റ്റിംഗ്, അതിന്റെ സൈസ്മിക് വേവ്സ് ഉപയോഗിച്ച് അലാസ്കയിലെ സൈസ്മോളജിസ്റ്റ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റഡി ഒക്കെ നടത്തുന്നത് ശരിക്കും ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ലൈവ് ഫോർകാസ്റ്റ് നമ്മുടെ കൗണ്ടർ ഇന്റലിജൻസ് ഓഫീസറും അവരുടെ ഒരുപാട് സോൾജേഴ്സ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ കണ്ടുകൊണ്ടിരുന്ന ലൈവ് ബ്രോഡ്കാസ്റ്റിൽ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് അറിയോ? അലാസ്കയുടെ സർഫസിൽ നിന്ന് ഏകദേശം 100 അടിയോളം താഴെ ഒരു ജൈഗാന്റിക് ആയിട്ടുള്ള ഒരു പിരമിഡ്, നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന ഗ്രേറ്റ് പിരമിഡ്സിനെക്കാളും വളരെയധികം ലാർജ് ആയിട്ടുള്ള ഒരു പിരമിഡ്. ഈ ലൈവ് ബ്രോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരുന്ന കൗണ്ടർ ഇന്റലിജൻസ് ഓഫീസറിന് 3 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മാപ്പൊക്കെ നോക്കി സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാര്യങ്ങളാണ് ശരിക്കും തലയിലേക്ക് വന്നുകൊണ്ടിരുന്നത്.
പണ്ടത്തെ മാധ്യമങ്ങൾ ഒളിക്കാനോ കവറപ്പ് ചെയ്യാനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിന്റെ, അതായത് ഈ ഒരു പിരമിഡ് പോലത്തെ സ്ട്രക്ചറിന്റെ എക്സാക്ട് ലൊക്കേഷൻ അടക്കമാണ് ശരിക്കും ആ ലൈവ് ബ്രോഡ്കാസ്റ്റിൽ പുറത്തു വിട്ടത്. ഈ ലൊക്കേഷൻ ഡാറ്റയും കൂടി ഇദ്ദേഹത്തിന് കിട്ടിയപ്പോൾ ഇദ്ദേഹം ഒന്നും നോക്കിയില്ല, ആ ഒരു സംഭവം എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന മാപ്പൊക്കെ എടുത്ത് നോക്കി. അപ്പോഴാണ് മൂപ്പറുടെ കിളി പോയത്. അതായത് ഏരിയ നോട്ട് സർവേഡ് എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ന്യൂസിൽ ലൈവ് ബ്രോഡ്കാസ്റ്റ് ആയിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ന്യൂസ് ചാനൽസിൽ സംഭവങ്ങളൊക്കെ കൈവിട്ട് പോയെന്നുള്ള കാര്യം മനസ്സിലായത്. ആ ഒരു നിമിഷം തൊട്ട് ലൈവ് ബ്രോഡ്കാസ്റ്റിന്റെ ആ ഒരു അവസാനം വരെ ആ ഒരു പിരമിഡിനെ പറ്റി കമാന്നൊരു അക്ഷരം അവർ മിണ്ടിക്കളഞ്ഞില്ല. ഇനി അങ്ങനെ ഇദ്ദേഹം കേട്ടത് മാറിപ്പോയതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ ഒപ്പം ഇരുന്ന മറ്റുള്ള സോൾജേഴ്സിനൊക്കെ അടുത്തൊക്കെ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവം കേട്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും കേട്ടു എന്നാണ് പറഞ്ഞത്. അതോടുകൂടി ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങൾ കൂടി വന്നു. അങ്ങനെ ഈ സംഭവം സംഭവിച്ചിട്ട് ഏകദേശം 1 വർഷത്തിന് ശേഷം ഇദ്ദേഹത്തിന് മാരിലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയിൽ പോസ്റ്റിംഗ് കിട്ടി ഇദ്ദേഹം പോയി. ഈ സ്ഥലത്ത് അവിടെ ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ളത്, വളരെയധികം ക്ലാസിഫൈഡ് ആയിട്ടുള്ള, അതായത് പുറം ലോകം ഒരിക്കലും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചിരിക്കുന്ന ഒരുപാട് ഫയൽസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഇവിടെ കയറിയതിനു ശേഷം അദ്ദേഹം നേരെ പോയത് ഈ അലാസ്കയുടെ പുറകെയായിരുന്നു. അതായത് അലാസ്കയിൽ ഈ പറയുന്ന എന്തെങ്കിലും ആർക്കിയോളജിക്കൽ സൈറ്റുകൾ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടായിരുന്നു ഇദ്ദേഹം പോയത്. അങ്ങനെ ഇദ്ദേഹത്തിന് അലാസ്കയിലുള്ള ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഫയൽസിന്റെ ലൊക്കേഷൻ കിട്ടി. അതിനുശേഷം ഉടനെ ഇദ്ദേഹം ആ ഫയൽസ് എടുക്കുകയും അത് പയ്യെ തുറന്നിങ്ങനെ വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് 2 പേര് ഇദ്ദേഹത്തിന്റെ പുറയിൽ വന്ന് തട്ടിയത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയേണ്ട ആവശ്യമില്ല, ആ ഫയൽസ് അവിടെ വച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് പോകണം എന്നായിരുന്നു ഈ 2 പേര് ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞത്. അതിനുശേഷം ഇദ്ദേഹത്തിന് ആ ഫയൽസ് ഉള്ള സ്ഥലത്തേക്ക് പോകാനേ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ റിട്ടയർമെന്റിന് ശേഷമാണ് ഈ കഥകളെല്ലാം ലോകത്തോട് ഇതേപോലെ വിളിച്ചു പറയുന്നത്. ഇതുപോലെ തന്നെ അന്റാർട്ടിക്കയിലും വളരെയധികം ഫേമസ് ആയിട്ടുള്ളതും അതേസമയം തന്നെ ഏറ്റവും കൂടുതൽ ഒളിച്ചു വെക്കപ്പെട്ട ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്ത് നമുക്കിപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകാം. വേൾഡ് വാർ II ഒരു നേവി എഞ്ചിനീയർ ആയിരുന്നു മാർട്ടി ജോൺസൺ. നേവൽ ഓഫീസർ ആണെങ്കിലും ഇദ്ദേഹം വളരെയധികം ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു വിസിൽ ബ്ലോറും കൂടിയായിരുന്നു. വിസിൽ ബ്ലോർ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള മൂടി വെക്കപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്ത് വിളിച്ചു പറയുന്ന ആൾക്കാരാണ് നമ്മൾ ശരിക്കും വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ആ കാലത്തെ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു നേവൽ ഓഫീസർ ആയിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ കരിയറിനിടയിൽ ഇദ്ദേഹത്തിന് ഒരുപാട് ക്ലാസിഫൈഡ് ആയിട്ടുള്ള ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ലൊക്കേഷൻസിലൊക്കെ പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള മിഷൻ അലാസ്കയിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ട്. ഇവർ വളരെ ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ലൊക്കേഷൻസിൽ പോകുന്നത് കൊണ്ട് തന്നെ ഇവർ പോകുന്ന വഴിയും ഇവർ ചെന്നെത്തിയ സ്ഥലം അങ്ങനെ ഒരു സംഭവം, അതായത് ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഇവർക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഈ ഒരു ലൊക്കേഷനിലേക്ക് ഇദ്ദേഹം എത്തിപ്പെട്ടത് ഒരു ബസ്സിലൂടെയാണ്. അതും ഈ ബസ്സിന്റെ വിൻഡോസ് എല്ലാം മുഴുവൻ കറുത്ത പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ഒരിക്കലും ഇദ്ദേഹം ഏത് വഴിക്കാണോ പോകുന്നത് അത് ഇദ്ദേഹത്തിന് ഒരിക്കലും മനസ്സിലാവില്ല. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഈ പറയുന്ന ക്ലാസിഫൈഡ് ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് എത്തുകയും അദ്ദേഹം അവിടെ വെച്ച് കണ്ടത് ഒരു ചെറിയ ബിൽഡിംഗ് മാത്രമാണ്. എന്നാൽ ഈ ബിൽഡിങ്ങിന്റെ അകത്ത് കയറിയ പിന്നെ ഏകദേശം നമ്മുടെ മെൻ ഇൻ ബ്ലാക്കിലൊക്കെ കാണുന്ന പോലെ ഒരു എലവേറ്റർ ആണ് ശരിക്കും അദ്ദേഹം കണ്ടത്. ആ ഒരു എലവേറ്ററിനകത്ത് കയറിയപ്പോൾ അത് നേരെ താഴത്തോട്ടാണ് പോയത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സൈഫൈ മൂവി എന്നോ കോൺസ്പിറസി തിയറി എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പൊ വരുന്നുണ്ടോ? പക്ഷേ ഇതൊരു നേവൽ ഓഫീസറാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കാം. നമ്മുടെ ചാനൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കാരുടെ ഇൻസിഡൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ഒരു എലിവേറ്റർ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു. അങ്ങനെ എലിവേറ്ററിന്റെ ഡോറ് തുറന്നപ്പോൾ വളരെയധികം നീറ്റ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ഹോസ്പിറ്റലിന്റെ അകത്ത് നിൽക്കുന്ന പോലെയാണ് ഇദ്ദേഹത്തിന് തോന്നിയത്. വെൽ ഡിസിപ്ലിൻഡ്, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്കാണ് ശരിക്കും ഇദ്ദേഹം എത്തിപ്പെട്ടത്. ഇതൊരു ക്ലാസിഫൈഡ് ലൊക്കേഷൻ ആയതുകൊണ്ടും ഇദ്ദേഹം പുറത്തുനിന്ന് ആദ്യമായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നതായതുകൊണ്ടും ഇദ്ദേഹത്തിന്റെ എസ്കോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയത്. അങ്ങനെ ഇദ്ദേഹം എലിവേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് എസ്കോർട്ടോടെ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ കൺമുന്നിൽ കാണാവുന്നത് ഒരു വലിയ ഷട്ടർ മാത്രമാണ്. അങ്ങനെ കുറച്ച് ഫോർമാലിറ്റികൾക്ക് ശേഷം ആ ഒരു ഷട്ടർ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് തുറന്നു. ഇദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഇദ്ദേഹം കണ്ടത് ഒരു പവർ പ്ലാന്റ് ആണ്. ഇദ്ദേഹം പറയുന്നത് ഈ പവർ പ്ലാന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് അലാസ്ക മുഴുവൻ കറണ്ട് സപ്ലൈ ചെയ്യാനാണ് ഇദ്ദേഹം പറയുന്നത്. അത്രയ്ക്ക് കപ്പാസിറ്റി ഉള്ള ഒരു മെഷീനാണ് ശരിക്കും അദ്ദേഹത്തിന്റെ കൺമുന്നിലൂടെ കണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, ഇത് അണ്ടർഗ്രൗണ്ടിൽ കണ്ടുവരുന്ന ഒരു പവർ പ്ലാന്റ് ആയിക്കൂടെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. പക്ഷെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഈ പവർ പ്ലാന്റ് ഒരു പിരമിഡിന്റെ ഷേപ്പിലാണുള്ളത്. അത് ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ്സിനെക്കാളും ഒരുപാട് വലിയ പിരമിഡിനെയാണ് അദ്ദേഹം മുന്നിൽ വെച്ച് കണ്ടത്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഗ്രേറ്റ് പിരമിഡ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു സ്ട്രക്ചർ തന്നെയാണ്. അതിന്റെ ഫുട് പ്രിന്റ്, അതായത് അതിന്റെ ബേസ് എന്ന് പറയുന്നത് ഏകദേശം 13 ഏക്കറുണ്ട്. എന്നാൽ അതിനേക്കാൾ ജൈഗാന്റിക് ആയിട്ടുള്ള ഒരു പിരമിഡാണ് അദ്ദേഹത്തിന്റെ കൺമുന്നിൽ വെച്ച് അദ്ദേഹം കണ്ടത്. അതും ഈ പിരമിഡിന്റെ പേർപ്പസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിക്ക് സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞ കമന്റ് ചെയ്യാൻ വരട്ടെ. പിരമിഡ്സിൽ ഒരുപാട് ദുരൂഹതകളൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതും റീസൺ ആയിട്ടുള്ള കാഫ്രെ പിരമിഡിന് അടിവശത്ത് ഇത്തരത്തിലുള്ള പില്ലേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നോ അതിന്റെ അടിയിലുള്ള അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഇദ്ദേഹം പറയുന്ന ഈ ഒരു ഡിസ്കവറിയിൽ ശരിക്കും നമുക്ക് മീനിങ് കാണാൻ പറ്റും.
ഈ ഒരു കാഫ്രെ പിരമിഡിന്റെ സിറ്റുവേഷന്റെ കുഴപ്പം എന്താ വെച്ചാൽ സാർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയത്. അതും സാർ ടെക്നോളജിയുടെ കുഴപ്പം എന്താ വെച്ചാൽ ഈ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് അധികം ഡെപ്ത് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് 650ഓളം മീറ്റർ ലെങ്ത് ഉള്ള ഈ ഒരു സംഭവമൊക്കെ കിട്ടിയെന്നുള്ള ഒരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. അതുകൊണ്ട് കാഫ്രെ പിരമിഡിന്റെ അടിവശത്ത് കണ്ടുപിടിച്ചേക്കുന്ന ഈ ഒരു സ്ട്രക്ചേഴ്സ് ഒക്കെ ശരിക്കും റിയൽ ആണോ അതോ ഇവർക്ക് തോന്നിയതാണോ എന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാർ രണ്ട് സൈഡ് ആയിട്ടാണ് വിചാരിക്കുന്നത്. ഒരു വിഭാഗം ആൾക്കാർ ഇത് സയന്റിഫിക് സ്റ്റഡി ആയതുകൊണ്ട് ഇത് റിയൽ ആണെന്ന് ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞത് ഫേക്ക് ആണെന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ വിഭാഗം ആൾക്കാർ ചിന്തിക്കാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഇവർ ഉപയോഗിക്കുന്നത് സാർ ടെക്നോളജി മാത്രമല്ല, സാർ ടെക്നോളജിയുടെ ഒരു കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഭൂമിയുടെ അകത്തുള്ള ചെറിയ മൈക്രോ സൈസ്മിക് ആക്ടിവിറ്റീസ് ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് സാർ ടെക്നോളജിയുടെ അപ്ഡേറ്റഡ് വേർഷനിൽ നമ്മുടെ ഭൂമിയുടെ മൈക്രോ വൈബ്രേഷൻസ് കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഭൂമിയുടെ അണ്ടർഗ്രൗണ്ട് മാപ്പിംഗ് ഒക്കെ അവർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയത്. അത് നല്ല ഹൈ റെസൊല്യൂഷനിൽ തന്നെ അവർക്ക് കിട്ടാൻ പറ്റിയത്. അതും 2022 ഈ ഒരു ടെക്നോളജി വർക്കിംഗ് ആണെന്നുള്ള കാര്യം നമ്മുടെ ഗ്രേറ്റ് പിരമിഡ് സ്കാൻ ചെയ്തപ്പോൾ ഇവർക്ക് കിട്ടിയതുമാണ്. അപ്പൊ കാഫ്രെ പിരമിഡിന്റെ അടിയിൽ കണ്ടുപിടിച്ചേക്കുന്ന ഈ ഒരു സ്ട്രക്ചർ റിയൽ ആണെന്നുള്ളത് ശരിക്കും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അതും ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ ഗ്രേറ്റ് പിരമിഡ്സ് ഒരു പവർ പ്ലാൻ ആയിട്ട് ഉപയോഗിക്കാവുന്ന എല്ലാ സയന്റിഫിക് റെഫറൻസും കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ നിരത്തി പിടിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഈ നേവൽ എഞ്ചിനീയർ കണ്ടത് പിരമിഡ്സിന്റെ ഒരു വർക്കിംഗ് മോഡൽ ആയിരിക്കാം. ഒരുപാട് രഹസ്യങ്ങൾ ഒളിച്ചിരിക്കുന്നത് നമ്മുടെ ലോകമെമ്പാടും കണ്ടുവരുന്ന ആ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിന്റെ യഥാർത്ഥ പേർപ്പസ് ആയിരിക്കും ശരിക്കും അദ്ദേഹം അന്ന് കണ്ടുകൊണ്ട് കണ്ടത്. ഈ ഒരു ഇൻസിഡന്റ് വളരെയധികം ഫേമസ് ആണ്, പക്ഷെ ആർക്കും അറിയാൻ പാടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ശരിക്കും ഇതിപ്പോ ഇരിക്കുന്നത്. നിങ്ങൾ ഇതിനെപ്പറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നെങ്കിലും ഞാനിപ്പോ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അതൊക്കെ മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അതൊന്ന് കമന്റ് ചെയ്ത് തന്നെ അറിയിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്തരത്തിലൊരു ഷോക്കിംഗ് ആയിട്ടുള്ളതും വളരെയധികം എവിഡന്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് അത് ഇതേപോലൊരു സ്റ്റോറി രൂപത്തിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. കാരണം കഥകളൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടത് എന്താ വെച്ചാൽ ഈ ഒരു പിരമിഡില്ലേ അത് കണ്ടുപിടിച്ചേക്കുന്നത് അലാസ്ക ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഈ സ്ഥലം അലാസ്കയിലുള്ള ആൾക്കാരുടെ ഇടയിൽ നമ്മുടെ ലോകത്തിന്റെ ഇടയിലും വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അധികം പറയുന്നില്ല, നമുക്ക് അടുത്ത വീഡിയോ കാണാം.